മടിയോടെ അവൾ പറഞ്ഞതും ആദിയുടെ കണ്ണുകളിൽ ഞെട്ടൽ പ്രകടമായി. അവൻ്റെ കൈകൾ അയഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ പ്രഗ്നൻ്റ് ആണോന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് നീ അന്ന് പറഞ്ഞതോ? എനിക്കറിയില്ല ആദിയേട്ടാ, സേഫ് ആണെന്നാ കരുതിയേ. പക്ഷേ പീരീഡ്സ് ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒരു സംശയം. വെറുതെ ഒന്ന് മൂളിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആദിയേട്ടൻ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? എന്തിന്? ഇതിന് കാരണം എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം കല്ലു? ഇതിന് ഞാനല്ലേ ഉത്തരവാദി. നീ എന്ത് ചെയ്യും? ഉറപ്പായിട്ടില്ലല്ലോ കല്ലു. നമുക്ക് ടൗണിൽ ഏതെങ്കിലും ലാബിൽ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഉറപ്പിൽ പച്ചാർ പോരെ? വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഇല്ല. എന്നാ വാ, ഇപ്പോൾ തന്നെ പോകാം. ഇവിടെ ഉള്ളവരോട് എന്തെങ്കിലും വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. വേഗം ഒരുങ്ങ്. ടെൻഷൻ ആവണ്ട. അവളുടെ കവിളിൽ തഴുകി ചെറിയ പുഞ്ചിരിയോട് അവൻ പറഞ്ഞതും അവളുടെ ടെൻഷൻ പകുതി കുറഞ്ഞിരുന്നു. ആദ്യം മുറിക്ക് പുറത്തേക്കിറങ്ങി. അവളോട് അങ്ങനെ പറഞ്ഞെങ്കിലും തൻ്റെ ഉള്ളിലെ ടെൻഷൻ എങ്ങനെ ഇല്ലാതാക്കും എന്നായിരുന്നു അവന്. കല്ല് ഒരുങ്ങിയിറങ്ങി വന്നതും രണ്ടുപേരും താഴേക്ക് ചെന്നു. താഴെ അപ്പോൾ സുധിയും വന്നിരുന്നു. ഒരുങ്ങിയിറങ്ങി വരുന്ന ഇരുവരെയും കണ്ടതും സുധിയുടെ ഞെട്ടി ചൊളിഞ്ഞു. നീ ഇത് എപ്പോൾ വന്നടാ ഇവിടെ? ഇപ്പോൾ തന്നെ. അല്ല, ഇവിടേക്കാ രണ്ടും കൂടെ? ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം സുധിയേട്ടാ. അത്യാവശ്യം. ചാടിക്കയറി കല്ല് പറഞ്ഞതും സുധി സംശയത്തോടെ ഇരുവരെയും നോക്കി. സത്യം പറയടാ, രണ്ടും കൂടെ എന്തൊപ്പിക്കാനാ? ഒരു 2 ദിവസം കൂടി ക്ഷമിച്ചൂടടാ പിള്ളേരെ. ഒന്നും ഒപ്പിക്കാനല്ല സുധി, ഒരു സംശയം തീർക്കാനുണ്ട്. പോയി വന്നിട്ട് പറയാം. അത് പറഞ്ഞു അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കല്ലുവിൻ്റെ കയ്യിൽ പിടിച്ചു നടന്നു പോയി. ആദി എന്തൊക്കെയോ സംശയത്തിൽ അവർ രണ്ടുപേരെയും നോക്കി നിന്നിട്ട് സുധി പിന്നെ അകത്തേക്ക് പോയി. മുത്തശ്ശിയോടും ചെറിയച്ഛനോടും ഒക്കെ പറഞ്ഞിട്ട് ഇരുവരും ഇറങ്ങി. ലാബിൽ ഇരിക്കുമ്പോൾ നെഞ്ചെല്ലാം വല്ലാതെ മിടുക്കുന്നുണ്ടായിരുന്നു രണ്ടാൾക്കും. എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോലും ഇത്ര ടെൻഷൻ ഉണ്ടായിട്ടില്ല എന്നോർത്തു ആദി. ആദിയേട്ടാ, റിസൾട്ട് പോസിറ്റീവ് ആവുകയാണെങ്കിലോ? ടെൻഷനോടെയുള്ള കല്ലുവിൻ്റെ ചോദ്യത്തിന് അവളെയൊന്ന് ചേർത്ത് പിടിച്ചു അവൻ. ആവുന്നെങ്കിൽ ആവട്ടെ കല്ലു, നമ്മുടെ കുഞ്ഞല്ലേ. വീട്ടിലുള്ളവരോട് പറയേണ്ടി വരും. എന്നാലും പോട്ടെ. ആദിയുടെ ഉത്തരം കേട്ടതും അവളിൽ പുഞ്ചിരി നിറഞ്ഞു ആശ്വാസവും. റിസൾട്ട് കയ്യിൽ കിട്ടിയതും തുറന്നു നോക്കാൻ പേടി തോന്നി. കല്ലുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ആദിയാണ് നോക്കിയത്. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതിൻ്റെ അർത്ഥം അറിയാതെ കല്ലു നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി. എന്താ, നെഗറ്റീവാ? റിസൾട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ചിട്ട് അവൻ പറഞ്ഞു. അപ്പോഴാണ് കല്ലുവിന് ശ്വാസം നേരെ വീണത്. സമാധാനമായില്ലേ? വാ പോകാം. അവളുടെ കൈകളിൽ ചേർത്ത് പിടിച്ചു അവൻ പറഞ്ഞു. പുഞ്ചിരിയോടെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളിലെ ആശ്വാസം എത്രയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അവൾക്ക് തന്നെ. പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് അവർ അന്ന് പോയത്. അവളെ കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ സുധിയുടെ നോട്ടം അവൻ കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ പിറ്റേത് തന്നെ സുധിയോട് കാര്യം പറഞ്ഞിരുന്നു. അപ്പം തുടങ്ങി നിർത്താതെ പൊട്ടിച്ചിരിച്ച സുധിയുടെ ചിരി. ആദ്യം നടുവിട്ടൊന്നു ചവിട്ടിയതോടെ ആണ് അവൻ ചിരി നിർത്തിയത്. റിസൾട്ട് ഇന്നലെ തന്നെ ആദ്യ കളഞ്ഞിരുന്നു. വൈകുന്നേരമായതും വീട് തിരക്കിലായി. പിറ്റേന്ന് അന്നായിരുന്നു ആദിയുടെയും കല്ലുവിൻ്റെയും പിന്നെ അമ്മുവിൻ്റെയും അവളുടെ അമ്പിയേട്ടൻ്റെയും കല്യാണം. ഭഗവാന്റെ തിരുനടയിൽ വെച്ച് അമ്മുവിൻ്റെ കഴുത്തിലേക്ക് അമ്പിയും കല്ലുവിൻ്റെ കഴുത്തിലേക്ക് ആദിയും താലി ചാർത്തി. കല്ലുവിൻ്റെ കണ്ണുകൾ ആ സമയം നിറഞ്ഞൊഴുകി. കണ്ണടച്ചുകൊണ്ട് അവൻ്റെ സിന്ദൂരം ഏറ്റുവാങ്ങുമ്പോൾ ഉൾക്കണ്ണിൽ അവൾ കണ്ടു പുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയും. ആദ്യം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവൻ്റെ സ്നേഹമുദ്ര പതിപ്പിച്ചു. അവൻ്റെ കവിളിലേക്കും പുഞ്ചിരിയോടെ അവൾ തൻ്റെ അധരങ്ങൾ അമർത്തി. ചുറ്റും നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ ആ സമയം നിറയുകയും ഒപ്പം ചുണ്ടിൽ പുഞ്ചിരി വിടരുകയും ചെയ്തു. ബാക്കിയുള്ള ചടങ്ങുകൾ എല്ലാം വീട്ടിലായിരുന്നു. അമ്മ പോകുന്നേരം എല്ലാവരെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൾക്ക് ഏറ്റവും വിഷമം കല്ലുവിനെ പിരിയുന്നതിലായിരുന്നു. അവൾ അമ്പയുടെ ഒപ്പം പോയതും എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി മാറിയിരുന്നു. മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടെ ആദിയുടെ വീട്ടിലേക്ക് കല്ലു വലതുകാൽ വെച്ച് കയറി. ഒരുപാട് നാളത്തെ തൻ്റെ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷം അവളിൽ കാണാമായിരുന്നു. ഒരുമിച്ചൊരു ഓഡിറ്റോറിയത്തിൽ റിസപ്ഷൻ വെച്ചു. എല്ലാം കഴിയുമ്പോൾ സമയം ഏറെ കഴിഞ്ഞിരുന്നു. ആദിയുടെ മുറിയിലേക്ക് കല്ലുവിനെ ഒരു പുഞ്ചിരിയോടെ ആക്കി കൊടുത്തു. ലളിതയും സരളയും രുദ്രയും കൂടെ. അമ്മുവിനെ ആദ്യമേ അമ്പയുടെ അടുത്തേക്ക് വിട്ടിരുന്നു. വാതിൽ പുറകിൽ അടഞ്ഞതും കല്ലു വന്ന് ഞെട്ടി. വയറിന് കുറുകെ ആദിയുടെ കൈകൾ ചുറ്റുന്നതും അവൻ്റെ ശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടുന്നതും അറിഞ്ഞു അവളിൽ ഒരു പിടപ്പുണർന്നു. കല്ലൂസേ, ക്ഷീണിച്ചോ? അവളുടെ കാതോര ആ ശബ്ദം കേട്ട് അവളൊന്ന് മൂളി. പിന്നെ തിരിഞ്ഞു നിന്നു. ആദിയേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? പറ. എനിക്ക് പീരീഡ്സായി. ആദിയേട്ടൻ കിടന്നുറങ്ങിക്കോ. ചിരിയമർത്തി പറയുന്നവളെ കണ്ണു മീച്ചു നോക്കിയവൻ. കുറച്ചു മുന്നേയാ. സോറി ആദിയേട്ടാ, ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞതും ആദ്യം എന്ന് ചിരിച്ചു. സാരല്ലപ്പോൾ, എന്തായാലും സമാധാനമായല്ലോ. ഞാൻ കിടന്നുറങ്ങിയേക്കാം. നീയും കിടന്നോ. ക്ഷീണം ഉണ്ടാവില്ലേ? ഒന്ന് മൂളി കിടക്കിലേക്ക് കയറി അവൾ. കട്ടിലിൻ്റെ ഓരം ചേർന്ന് അവനും കിടന്നു. കല്ലൂസേ, എന്താ ആദിയേട്ടാ? കെട്ടിപ്പിടിക്കാലോ അല്ലേ?
ചിരിയോട് അവൻ ചോദിച്ചതും അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നിരുന്നു അവൾ. അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ കഴിഞ്ഞു പോയിരുന്ന ആളിൻ്റെ ഓർമ്മയിൽ ഇരുവരുടെയും ചുണ്ടിൽ അപ്പോൾ വിരിഞ്ഞത് ഒരു പുഞ്ചിരിയായിരുന്നു. രാവിലെ ആദ്യം എഴുന്നേൽക്കുമ്പോൾ കല്ലെടുത്തില്ലായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞു താഴേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിലുണ്ട്. അമ്മയുടെ പുറകെ നടന്ന് കലപ്പില വെക്കുന്നുണ്ട് പെണ്ണ്. അവനും അങ്ങോട്ട് ചെന്നു. കല്ലുവിൻ്റെ തോളിലൂടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ അവൻ്റെ ദേഹത്തേക്ക് ചേർന്ന് നിന്നു അവൾ. ലളിതയുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ആ, നീ എണീറ്റ കേശു? ആ, എന്നാ പിന്നെ രണ്ടാളും കൂടെ അമ്പലത്തിൽ പോയിട്ട് വാ. കുളിയൊക്കെ കഴിഞ്ഞതല്ലേ? ഞാൻ കല്ലുമോളോട് പറഞ്ഞിരുന്നു. അപ്പോൾ നീ എണീക്കട്ടെ എന്ന് പറഞ്ഞു മോള്. ഒന്ന് മൂളി ആദി. പിന്നെന്തോ ഓർമ്മ വന്നതുപോലെ കല്ലുവിനെ കൂർപ്പിച്ചു നോക്കി. അവൾ നിന്ന് പരുങ്ങുന്നത് കണ്ടതോടെ അവന് മനസ്സിലായി ഇന്നലെ നുണ പറഞ്ഞതാണ് പെണ്ണെന്ന്. അവൻ്റെ കൈകൾ ഒന്നുകൂടെ അവളെ തോളിൽ മുറുകി ഒന്നിളിച്ചു കാട്ടി അവൻ്റെ കൈപ്പിടിയിൽ നിന്നും വിട്ടുവച്ചു. അവൾ വേഗം പണികളിലേക്ക് തിരിഞ്ഞു. അമ്മ കൊടുത്ത ചായയും കുടിച്ചു സംസാരിച്ചു നിൽക്കുമ്പോഴും ഇടയ്ക്കിടെ അവൻ നോക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയിറങ്ങി ഇരുവരും. ബൈക്കിൽ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു അവൾ. എന്നിട്ടും അവൻ ഒരക്ഷരം മിണ്ടുന്നില്ലായിരുന്നു. പിണക്കം പോലെ. കല്ലുവിന് മനസ്സിലെന്തോ ഭാരം പോലെ തോന്നി. ഒരുമിച്ച് തൊഴുതു കഴിഞ്ഞു അവൻ്റെ നെറ്റിയിലേക്ക് ചന്ദനം ചാർത്തി കൊടുക്കുമ്പോൾ കണ്ണുകൾ തമ്മിലൊന്ന് ഉടഞ്ഞെങ്കിലും വേഗം മുഖം തിരിച്ചു നടന്നു അവൻ. അതോടെ അവൻ പിണങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി അവൾക്ക്. മനസ്സൊക്കെ ഇടിഞ്ഞു. എങ്ങനെ ഇതിനൊന്ന് മിരിക്കുക എന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവൻ. ഒരുമിച്ചുള്ള പോക്കിലും അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. വീട്ടിൽ ചെന്ന് കയറുമ്പോഴും അവൻ്റെ മുഖത്തിന് അത്ര തെളിച്ചമില്ലായിരുന്നു. എങ്കിലും ഓരോന്ന് ചെയ്യുമ്പോഴും അവൻ ഇടയ്ക്കിടെ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ നോക്കുമ്പോൾ ദഹിപ്പിക്കും പോലെ ഒന്ന് നോക്കിയിട്ട് മുഖം തിരിക്കും. മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് വരുമ്പോഴും അവൻ സംസാരിച്ചില്ല. കല്ലുവിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ആദ്യേട്ടാ. പെന്നിൽ നിന്നും അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. മുറിയിൽ നിൽക്കുകയായിരുന്നു അവനപ്പോൾ. ആദ്യേട്ടന് എന്നോട് ദേഷ്യമാണോ? ആ, ദേഷ്യമാണ്. അവളുടെ മുഖം മങ്ങി. നീ എന്തിനാ എന്നോട് നുണ പറഞ്ഞേ? അത് ഞാൻ ക്ഷീണം കാരണം. ക്ഷീണമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. എനിക്ക് മനസ്സിലാവാതെ ഇരിക്കുവൊന്നുമില്ലല്ലോ. അവളുടെ തല കുഴഞ്ഞു. സോറി അതേട്ടാ. മറുപടി ഒന്നും പറയാതെ അവൻ ഫോണിൽ കുത്തിനിന്നു. വിഷമത്തോടെ തിരിഞ്ഞു നടന്നവൾ. പക്ഷേ വാതിൽക്കൽ എത്തുന്നതിന് മുമ്പേ തൻ്റെ മുമ്പിൽ വാതിൽ അടഞ്ഞു. മീച്ചു നോക്കിയപ്പോൾ ആദ്യം ഡോർ ലോക്ക് ചെയ്യുന്നതാണ് അവൾ കണ്ടത്. ഞൊടിയിടയിൽ അവളെ വലിച്ചു ചുവരിലേക്ക് ചേർത്തിരുന്നു അവൻ. അവൾക്ക് ഇരുവശവും കൈകുത്തി നിന്നു. അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചതും കല്ലു കണ്ണുകൾ അടച്ചു കളഞ്ഞു. അവൻ്റെ ശ്വാസം പോലും തൊട്ടടുത്താണ്. കല്ലൂസെ. കണ്ണു തുറക്കാതെ തന്നെ അവളൊന്ന് മൂളി. ഇനി നുണ പറയോ? ഇല്ല, കണ്ണു തുറക്ക്. പതിയെ അവൾ കണ്ണു തുറന്നതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു നിൽക്കുന്നു. വിറയലോടെ കണ്ണുകൾ താഴ്ത്തി കളഞ്ഞു അവൾ. കുറുമ്പോടെ അവളുടെ അടുപ്പിൽ അവനൊന്ന് നുള്ളിയതും എരിവലിച്ചുകൊണ്ട് അവളൊന്ന് തുള്ളി അവനെ കുറിപ്പിച്ചു നോക്കി. അവൻ്റെ മുഖത്തെ കള്ളച്ചിരി കൂടുതൽ വിരിയുന്നത് കണ്ടതും അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു. മാറി നിൽക്കാതെട്ടാ, ഞാൻ പോട്ടെ. അതോടെ അവളിലേക്ക് അമർന്നു നിന്നു അവൻ. മറ്റെന്തെങ്കിലും പറയും മുമ്പേ തന്നെ അവൾ അവളിലേക്ക് മുഖം അടുപ്പിച്ചിരുന്നു. ഒന്നെങ്ങിക്കൊണ്ട് അവൻ്റെ ഇടുപ്പ് ചുറ്റിപ്പിടിച്ചവൾ. ആത്മാവ് തൊട്ടെടുക്കുമ്പോൾ ഉള്ള ചുംബനം. ഇതപ്പോടെ ഇരുവരും അകന്നതും അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് ഉയർത്തിയതും അവൻ കട്ടിലേക്ക് എത്തെടുത്തതും നാണത്തോടെ അവൾ കണ്ണുകൾ ഇറുകിപ്പൊട്ടി. കാലിൽ എന്തൊരു തണുപ്പറിഞ്ഞാണ് അവൾ കണ്ണു തുറന്ന് നോക്കുന്നത്. അവളുടെ കണ്ണുകൾ വിടർന്നു. തൻ്റെ വലങ്കാൽ ഉയർത്തിപ്പിടിച്ചു. അതിലേക്ക് വെള്ളി കൊലുസണിയുന്ന തൻ്റെ ആദ്യേട്ടൻ. കൊലുസിൻ്റെ കൊളുത്ത് പല്ല് കൊണ്ട് അമർത്തിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ കാലിൽ തട്ടി. അവൾ കാലൊന്ന് വലിച്ചതും ഒന്ന് കൂർപ്പിച്ചു നോക്കിയിട്ട് പെരുവിരൽ തുമ്പിൽ ചുംബിച്ചു ആദി. അവളുടെ നെഞ്ച് ശക്തമായി മിടിക്കാൻ തുടങ്ങി. ഒരു കള്ളച്ചിരിയോടെ ഇടത്തേക്കാലും കൊലുസണിയിച്ചു കൊടുത്തു അവൻ. അവളൊന്ന് എഴുന്നേറ്റിരുന്നു. അവളെ നോക്കി അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു. ഇതപ്പോൾ വാങ്ങിച്ചു? ഇത് വാങ്ങിയിട്ട് കുറേ നാളായി. നിനക്ക് ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ അപ്പോൾ? എന്നിട്ട് എനിക്ക് തന്നില്ലല്ലോ. തരാൻ മടിച്ചതാ. സുധിയുടെ സമ്മാനത്തിന് മുമ്പിൽ എൻ്റെ സമ്മാനത്തിന് വിലയില്ലാതായി പോയില്ലേ, അതുകൊണ്ട്. അവൻ്റെ ശബ്ദമല്ലാതെ താഴ്ന്നിരുന്നു. അവൻ്റെ മുഖം ഇരുകൈകളും കോരിയെടുത്തു അവൾ. അങ്ങനെ ഞാൻ വിലയില്ലാതാക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യേട്ടന്? അന്ന് ആദ്യേട്ടൻ ഒരു മിഠായി വാങ്ങിച്ച് തന്നാൽ പോലും എനിക്കത് അത്രയ്ക്ക് വിലപ്പെട്ടായിരുന്നെന്നോ? എനിക്ക് വിഷമം തോന്നിയിരുന്നു അന്ന്. ആദ്യേട്ടൻ ഒരു കോൺഗ്രസ് പോലും പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞിട്ടല്ലേ. എല്ലാവരും കേക്ക് മുറിക്കലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാ ആദ്യേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നേ. അതാ അന്ന് എനിക്ക് ദേഷ്യം വന്നേ. എനിക്കറിയില്ലായിരുന്നല്ലോ കല്ലു, നിനക്കെന്നോട് മാത്രം എന്തോ ദേഷ്യം ഉണ്ടെന്നല്ലേ ഞാൻ കരുതിയേ. അതെൻ്റെ തെറ്റായിരുന്നു. സോറി. ഞാൻ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യേട്ടനെ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അപ്പോഴേക്കും. ഒരു പുഞ്ചിരിയോടെ അവൻ അവളുടെ നെറ്റിൽ ചുംബിച്ചു. പോട്ടെ, സാരല്ല. കൊലുസ് ഇഷ്ടായോ? അവൻ ചോദിക്കെ കാലുകൾ മടക്കി അവൾ ആ കൊലുസിൻ്റെ ഭംഗി നോക്കി. പുഞ്ചിരിയോടെ തലയാട്ടിയതും ആളെ വലിച്ചു തൻ്റെ മടിയിലേക്ക് ഇരുത്തിയിരുന്നു അവൻ.
അവളുടെ ഇടുപ്പിലൊന്ന് തഴുകിക്കൊണ്ട് വീണ്ടും അവളുടെ ചെടികളിലേക്കായിരുന്നു. മതി വരുവോളം അവയെ നുകർന്നു. കിതച്ചുകൊണ്ട് അവളിൽ നിന്ന് മുഖം ഉയർത്തി മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടിയാണ്. ബെഡിലേക്ക് അവളെ കിടത്തി അവളിൽ അതരങ്ങൾ വെച്ചുകൊണ്ട് മുകളിലേക്ക് കയറി വന്നു. അവളുടെ കണ്ണുകളിൽ നോക്കിയതും അവിടെ തന്നോടുള്ള പ്രണയത്തിന്റെ കടലായം കണ്ടവൻ. കല്ലൂസെ, ആർദ്രമായി അവൻ വിളിക്ക്. അവൻ തന്റെ മാറിലേക്ക് ചേർത്തി അമർത്തിയിരുന്നു അവൾ. തമ്മിൽ ചേർന്നലിയാൻ ഇരുവരും ഒരുപാട് കൊതിച്ച നിമിഷമായിരുന്നു അത്. വിരൽ തുമ്പുകളാലും അതരങ്ങളാലും അതിനായുള്ള യാത്ര ആരംഭിച്ചിരുന്നു ഇരുവരും. ജോലിയിൽ ആണ് ആദി. നാളെ സബ്മിറ്റ് ചെയ്യേണ്ട വർക്കാണ്. ലാപ്പിൽ കുത്തി ഇരക്കവെ പിറകിൽ നിന്നും ഉയരുന്ന കൊലുസിന്റെ ശബ്ദം. അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരഞ്ഞു. അതേസമയം തന്നെ രണ്ട് കുഞ്ഞിക്കൈകൾ വന്ന് അവന്റെ കണ്ണ് പൊത്തിയിരുന്നു. കുഞ്ഞി, ചിരിയോടെ അവൻ വിളിച്ചതും കൊഞ്ചലോടെയുള്ള വിളി കേട്ടു. അച്ഛേ, പിറകിലൂടെ കൈയിട്ട് തന്റെ കുഞ്ഞിപ്പെണ്ണിനെ പൊക്കിയെടുത്ത് മടിയിലേക്ക് ഇരുത്തിയവൻ. അച്ഛയുടെ കുഞ്ഞിപ്പെണ്ണെ, പാപ്പം തിന്നു. ആ, ചമ്മ തന്നോലോ. ആണോ കുഞ്ഞാവേ? ഏ, ഞാൻ കുഞ്ഞാവല്ലല്ലോ. കുഞ്ഞാവ് അമ്മയുടെ അത്തല്ലേ. എന്നാലും ഇത് അച്ഛൻ്റെ കുഞ്ഞാവല്ലേടെ ചക്കരെ. അവളെ കൊഞ്ചിച്ചുകൊണ്ട് ആ കുഞ്ഞു കൊണ്ട കവളിൽ അമർത്തി മുത്തിയ ആദി. ഇതാണ് 2.5 വയസ്സുകാരി അഹാന ആദി കേശവ്. അവൻ്റെ കുഞ്ഞിക്കല്ലുവിൻ്റെയും ആദിയുടെയും പ്രണയത്തിൽ വിരിഞ്ഞു പോവ്. കല്യാണം കഴിഞ്ഞു 2 മാസം കഴിയുമ്പോഴേക്കും ആള് വരവറിയിച്ചിരുന്നു. പിന്നെ അവൾക്ക് ചുറ്റുമായിരുന്നു അവരുടെ ലോകം. അമ്മുവിനും ഉണ്ട് ഒരു 2.5 വയസ്സുകാരി അർച്ചന. സുധയും കല്യാണം കഴിച്ചു. അവനും ഒരു മോളാണ്, 2 വയസ്സുകാരി അനിക. എല്ലാവരും ഹാപ്പിയാണിപ്പോൾ. മുത്തശ്ശി ഏറെ സന്തോഷത്തിലും. കല്ലവും ആദിയും തമ്മിലുള്ള സ്നേഹം കണ്ട് ഏറെ സന്തോഷത്തിൽ ആണ് എല്ലാവരും. ആദിയേട്ടാ. വാതിൽക്കൽ നിന്ന് വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. വലിയ വയറും താങ്ങിപ്പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചായയും കൊണ്ട് നടന്നു വരുന്ന കല്ലുവിനെ കണ്ട് കുഞ്ഞിയെ ബെഡിലേക്ക് ഇരുത്തി അവൻ ഓടിച്ചെന്നു. നിന്നോട് പറഞ്ഞിട്ടില്ല കല്ലു ഇങ്ങനെ മുകളിലേക്ക് കയറി വരല്ലേന്ന്? എങ്ങാനും തെന്നി വീണാലോ? 9ാമത്തെ മാസമാ. നീ പടി കയറി വരാതിരിക്കാനല്ലേ നമ്മളെ റൂം താഴെ ആക്കിയത്. ചായ താഴെ വന്നിട്ട് കൊടുക്കല്ലേ ഞാൻ. ആദിയേട്ടൻ വർക്ക് ചെയ്യുവല്ലേ, ക്ഷീണിച്ചിരിക്കുവല്ലേ എന്ന് കരുതിയിട്ടാ ഞാൻ. പരിഭവത്തോടെ മുഖം വീർപ്പിച്ച് പറയുന്നവളെ ചിരിയോടെ നോക്കിയവൻ. പേടിച്ചിട്ടല്ലേടി? നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആ കവളിലേക്ക് ചുണ്ടുകൾ അമർത്തി അവൻ. ഇപ്പോഴും എന്തൊരു സോഫ്റ്റാ, പഞ്ഞി പോലെ. അവൻ പറയാൻ നാണത്തോടൊന്ന് ചിരിച്ചു അവൾ. ഓ, എൻ്റെ സോഫ്റ്റ് അല്ലേ അച്ഛേ? ഏരിയിൽ 2 കൈയും കുത്തി നിന്ന് കുറിപ്പിച്ചു നോക്കി പറയുന്ന കുഞ്ഞിയെ കണ്ടു. ഇരുവർക്കും ചിരി പൊട്ടിയിരുന്നു. കുശുമ്പി പാറു കുഞ്ഞിയെ പൊക്കിയെടുത്ത് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ഒരു കൈ കൊണ്ട് കല്ലുവിനെ ചേർത്ത് പിടിച്ച് അവളുടെ കവളിലേക്ക് വീണ്ടും തന്നെ ചുണ്ടമർത്തി. പിന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞിയും അവൻ്റെ തോളിലേക്ക് ചാരിക്കിടഞ്ഞു. അവൻ്റെ നിറഞ്ഞ സന്തോഷത്തോടെ അവൾ നെഞ്ച് തലവെച്ച് കിടക്കുമ്പോൾ ഉള്ളം കാണുകയായിരുന്നു തൻ്റെ പ്രാണനെയും തൻ്റെ ജീവനിൽ നിന്നും ഉരുതിരിഞ്ഞ തൻ്റെ കുഞ്ഞിപ്പെണ്ണിനെയും. അവരുടെ ലോകത്തെ അവൻ്റെ കൈകൾ അതേസമയം തന്നെ അവളുടെ ഉദരത്തിൽ ചേർത്ത് പിടിച്ചു. അവളെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും മുട്ടിട്ടിരുന്നു അപ്പോൾ.